തിരുവല്ല പമ്പയാറ്റിലെ കടവിൽ തുണി കഴുകുന്നതിനിടെ നദിയിൽ ഒഴുക്കിൽപ്പെട്ട വീട്ടമ്മയ്ക്ക് രക്ഷകനായി അഗ്നിശമന സേന ഉദ്യോഗസ്ഥൻ. ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി ശ്രീകല എന്ന 50-കാരിക്കാണ് തിരുവല്ല അഗ്നിരക്ഷാ നിലയത്തിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറും തിരുവല്ല മലയിത്ര സ്വദേശിയുമായ കെ ശ്രീനിവാസ് രക്ഷകനായത്. പാണ്ടനാട് മിത്രക്കടവ് പാലത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. കുടുംബവുമൊത്ത് ഉല്ലാസയാത്ര കഴിഞ്ഞ് കാറിൽ മടങ്ങിവരവെ ഒരു കൂട്ടം ആളുകൾ പാലത്തിൽ നിൽക്കുന്നെന്ന് ശ്രീനിവാസന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് കാർ നിർത്തി. അപ്പോഴാണ് പാലത്തിന് 50 മീറ്ററോളം മാറി നദിയുടെ മധ്യത്തിൽ മണൽപുറ്റിൽ തങ്ങി നിൽക്കുന്ന സ്ത്രീയെ കണ്ടത്. വടമുപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് നദിയിലെ കുത്തൊഴുക്കിൽ മറ്റൊരാൾ എറിഞ്ഞു നൽകിയ വടവുമായി 100 മീറ്ററോളം നീന്തി ശ്രീനിവാസ് ശ്രീകലയുടെ അടുത്തെത്തി. വടം ശ്രീകലയുടെ അരയിൽ ബന്ധിച്ച ശേഷം അതിസാഹസികമായി തിരികെ നീന്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ധീരപ്രവർത്തിയിലൂടെ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയ ശ്രീനിവാസനെ തിരുവല്ല അഗ്നിരക്ഷാ നിലയത്തിലെ സഹപ്രവർത്തകർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. മിത്രമടം പാലം കയറി ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ 2-3 ആൾക്കാർ ഒരു കയറൊക്കെ ആയിട്ട് ഓടുന്ന പോലെ കണ്ടു. അപ്പോൾ വണ്ടി നിർത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സ്ത്രീ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും പാലത്തിന് താഴെ ഭാഗത്തായിട്ട് സ്ത്രീ ഒരു മൺതിട്ടയിൽ നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഞങ്ങൾ കയറൊക്കെ എടുത്തെറിഞ്ഞ് ആൾക്കാർ എറിയാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നില്ലായിരുന്നു. ശേഷം ഞാൻ പെട്ടെന്ന് താഴെ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങി നീന്തി ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അതൊരു ഒഴുക്ക് വന്ന് മണലടിച്ചു കൂട്ടിയ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് ചെറുതായിട്ട് ഇടിയുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ കയറിട്ട് തന്നു. അപ്പോൾ കയർ അവരുടെ ദേഹത്ത് കെട്ടി, നമ്മൾ ഫയർ സർവീസ് ഉപയോഗിക്കുന്ന ബോലൈൻ എന്ന് പറഞ്ഞൊരു കെട്ടുണ്ട്, ആ കെട്ട് അവരുടെ ദേഹത്ത് കെട്ടി. പിന്നെ വേറൊരു കയർ ഇട്ട് തന്നിട്ട് അത് നമ്മുടെ അടുത്തേക്ക് എത്തിയില്ല. പിന്നെ ഞാൻ നീന്തി ചെന്ന കയർ വീണ്ടും എടുത്തിട്ട് വന്ന് ഈ കയറുമായിട്ട് കൂട്ടിക്കെട്ടിയതിന് ശേഷമാണ് താഴെ നിന്ന് 2 പേര് വലിച്ച് ഞാൻ ആ സ്ത്രീയെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് അവർ പിടിച്ച് വലിച്ച് കരയ്ക്ക് കയറുകയാണ് ഉണ്ടായത്. തിരിച്ച് നീന്തി കയറാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല, അതുപോലെ ഒഴുക്കായിരുന്നു.